ആ വലിയ വീടിൻ്റെ പിൻവാതിൽ കൂടി ഇറങ്ങുമ്പോൾ ഞാൻ ആ മുഖത്തേക്ക് ഒന്നും കൂടി നോക്കി. സങ്കടം മാത്രം. പക്ഷെ കഴിയില്ല എനിക്ക് ഇനി ഇങ്ങനെ ഇവിടെ. ഇരുട്ട് നിറഞ്ഞ ആ രാത്രിയിൽ ചന്ദ്രൻ്റെ വെളിച്ചം മാത്രം കൂട്ടേണ്ടായിരുന്നുള്ളൂ. കണ്ണിൽ നിന്ന് കണ്ണീര് ധാരധാരയായി വരുന്നു. മനസ്സ് കുറച്ച് മാസങ്ങൾ പിന്നിട്ട് പോയി. അച്ഛനായി കൊണ്ടുവന്ന ആലോചനയാണ്. ബിസിനസ് പരമായും പോരാത്തതിന് ഒറ്റ മോളായ ഞാനും കെട്ടാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ ഒരു സുന്ദരനായ ചെക്കനെ കൊണ്ടുവന്നു. ഒറ്റ നോട്ടത്തിലും സംസാരത്തിലും ഒരു കുഴപ്പവും ഞാൻ കണ്ടില്ല. ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ മണിയറയ്ക്ക് പകരം എൻ്റെ കല്ലറയായിരുന്നു അയാളിനോട് ഒരുക്കിയത്. ഒരു ജീവശരീരത്തിൻ്റെ കല്ലറ. അന്ന് രാത്രി അയാൾ എന്നോട് പറഞ്ഞത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഒരു ഇടിമുഴക്കം പോലെയെന്ന് എനിക്ക് കേൾക്കാം. നീ എന്ത് വിചാരിച്ച് നിന്റെ തൊലി എളുപ്പം സൗന്ദര്യം കൊണ്ട് കെട്ടിയതാണോ? അല്ലടി, എൻ്റെ തന്തപ്പടിയുടെ കാശിൻ്റെ തന്നെയാ. അയാള് ഇപ്പോഴും എനിക്ക് തന്നു തീർക്കാനൊന്നും തീർത്തിട്ടില്ല. അതിനുള്ള ഞാൻ നിനക്ക് തരാം. അല്ലടി, പൊന്നുമോളുടെ പ്രതിഷ്ഠയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്ന് തരാം. ഒന്ന് പൊടിച്ചലക്കാണ്ട്. ഇവിടുത്തെ അലനിച്ചായൻ്റെ ചേട്ടനാണ് ഈ അസുരൻ എബിൻ. അലനിച്ചായൻ കല്യാണം കഴിച്ചതാണ്. അച്ചായൻ്റെ ചേച്ചിയുടെ പേര് ആൻസി. അവർക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ കൊച്ചുണ്ട്, പൊന്നൂസ്. ഈ അസുരൻ മൂത്തതാണെങ്കിലും കെട്ടാൻ ഇപ്പോഴാണ് അങ്ങേർക്ക് സമയം കിട്ടി. അതിൽ പെട്ടുപോയതാണെങ്കിൽ ഞാനും. എനിക്ക് ഈ വീട്ടിലെല്ലാം എൻ്റെ ആൻസി ചേച്ചിയാണ്. എൻ്റെ സങ്കടങ്ങളിലും സന്തോഷത്തിലും എല്ലാം എൻ്റെ ആൻസി ചേച്ചി മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. അവൻ ഇങ്ങനെയല്ല, ശരിക്കും അവനൊരു പാവം. പിന്നെ പാവം, എനിക്കറിയാം. അങ്ങേരെ പോകെ പോകെ എനിക്ക് മനസ്സിലായി അയാൾക്ക് ആകെ വീട്ടിൽ ഇഷ്ടമുള്ളതും അങ്ങേര് അനുസരിക്കുന്നത് ആ പൊന്നൂസിൻ്റെ അടുത്ത് മാത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ മൂസൊക്കെ ആ കൊച്ചിലേക്ക് ഞാൻ തിരിച്ചു. കൊച്ചിനൊന്നും അറിയില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആ കൊച്ചിനെ ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. എനിക്ക് ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായുള്ളൂ. അവളിനെ കൊണ്ട് അവളുടെ അച്ചാച്ചിയുടെ അടുത്ത് എന്നെ വീട്ടിലെത്തിക്കാൻ പറയണം. പൊന്നൂസേ, മോളെ ഓടിപ്പിക്കില്ലടാ, നിന്നെ ഞാൻ ഇപ്പം പിടിക്കൂട്ടാ. മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടോ? ഇല്ല കേട്ടോ, അച്ചാച്ചി ഇങ്ങോട്ട് വിടുന്നില്ലേ? ദൈവങ്ങളെ, പണി എനിക്കിട്ടും വെച്ച് തുടങ്ങിയ ഇതിപ്പോൾ നേരെ ഉൾട്ടയായല്ലോ. നമുക്ക് കളിക്കാൻ പോവാം. ഇവള് വന്നപ്പോഴാ എൻ്റെ കൊച്ചിനെ കയ്യിലെടുത്തോ? സമ്മതിക്കില്ലടി, വിട്ടുതരില്ല ഞാൻ. എതിരിൽ വന്ന് നിன்றாலே எனது நிலைமை என்னாகும், விலகி நீயும் நடந்தாலே நான் உடைந்து போகிறேன். நீயே எனது உயிர் சட்டம், நீயே എതിർവരും. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അലഞ്ചേട്ടൻ അത് പെട്ടെന്ന് പറഞ്ഞത്. എടാ എബി, നീ മറന്നോ? അടുത്ത ആഴ്ച 16-ാം തീയതി നമുക്ക് ഒരു പാർട്ടിയിലൊരു മീറ്റിങ്ങിൽ അവിടെ കുറച്ച് കൂടുതൽ വലിയ ടീംസ് വരും. സോ നമുക്കൊന്ന് നോക്കണ്ടേ? ആ, അത് ഞാനും വിചാരിച്ചതാ. അടുത്ത ആഴ്ചയില്ലേ, വരട്ടെ. അവളും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങി, എന്തൊക്കെയോ കുറിച്ചിട്ട പോലെ. അവൻ റൂമിൽ കയറിയതും ബെഡിൽ കിടക്കുന്ന അവളെയാണ് അവൻ കണ്ടത്. നീ കഴിച്ചോ? പെട്ടെന്നെന്തോ അവൻ അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ. കഴിച്ചാലില്ലെങ്കിലും തനിക്ക് എന്താ? ഓ, ആ മൂടാ പോയി. ഇതുകൊണ്ട് ഇവളുടെ അടുത്ത് വേണ്ടാത്ത